എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കോഴിക്കാല് വിശേഷമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ ഫാൻസ് പവറൊക്കെ ഉള്ള ആളുകളൊക്കെ വന്നിട്ട് പറയും, അതായത് അവരുടെ ഫാൻസുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ വീട്ടിൽ കോഴിക്കാല് വെച്ചതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളത്. കോഴിക്കാല് വെച്ചതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ഈ കോഴിക്കാലിന് വേണ്ടിയിട്ട് നടത്തുന്ന ദാരിദ്ര്യം ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടിയായി പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക ആളുകൾക്കും അതറിയാമായിരിക്കാം. ഇപ്പോൾ അതാണല്ലോ ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ കോഴിക്കാല് വിശേഷമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരത്ത് ഇവരുടെ ഫാമിലിയിലെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. ചോറൊക്കെ ആയാലും എന്ത് ഫുഡാണെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് അവർ വൈകിട്ടും കഴിക്കാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന ദിവസം നമ്മുടെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഓസിയും ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് വൈകിട്ട് ഒരു വ്ളോഗ് ചെയ്യുകയാണ്, ഒരു ഫുഡ് വ്ളോഗ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ എന്താണ് പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ നെയ്ച്ചോറുമാണ് ഇവർ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് കാണാനൊക്കെ നല്ല ഗ്ലാമറുള്ള ചിക്കൻ കറിയൊക്കെ നമ്മുടെ ഓസി ഉണ്ടാക്കി. അതിനുശേഷം അത് ഉണ്ടാക്കിയതിലല്ല, അത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് വിളമ്പുന്ന സമയത്താണ് അവിടെ ഒരു തർക്കം ഉണ്ടായത്. അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീടുകളുണ്ടാവും. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം പുരുഷന്മാർ, പ്രായം ചെന്നവർ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് സ്ത്രീകൾ കഴിക്കുന്ന വീടുകളും ഉണ്ടാവും. പലരുടെയും വീട്ടിലെ രീതികൾ പലതരത്തിലാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ, ഓസിയുടെ ഹസ്ബൻഡ് ഒരു വശത്തിരിക്കുന്നു, തൊട്ട് അപ്പുറത്ത് നമ്മുടെ സിന്ധു ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഓസിയുടെ ഹസ്ബൻഡിൻ്റെ തൊട്ടടുത്തൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓസിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുക്കാനായിട്ടാണ്. എന്നിട്ട് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, റൈസ് വിളമ്പുകയാണ് നമ്മുടെ ഓസിയുടെ പ്ലേറ്റിലും, അതുപോലെ തന്നെ ഓസിയുടെ ഹസ്ബൻഡിൻ്റെ പ്ലേറ്റിലും റൈസ് എടുക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഇവർക്കിത് വിളമ്പുന്ന സമയത്ത് തന്നെ നമ്മുടെ സിന്ധു ഉണ്ടല്ലോ, സിന്ധു കൃഷ്ണകുമാറിൻ്റെ പ്ലേറ്റ് നിറച്ച് ഒരു കുന്നോളം റൈസും പിന്നെ എന്തോ ഒരു മഞ്ഞ കളറിൽ, പിന്നീടെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ പ്ലേറ്റിൽ ഇതേ മുതക്കൻ ചിക്കൻ്റെ പീസുകൾ നിറച്ച് വിളമ്പി വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മച്ചിക്കാരിക്ക് ഇതെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓസി എന്ത് ചെയ്യുന്നു, ഓസിയുടെ പ്ലേറ്റിലും ഓസിയുടെ ഹസ്ബൻഡിൻ്റെ പ്ലേറ്റിലും കറി എടുത്തിട്ടില്ല, ചിക്കൻ എടുത്തിട്ടില്ല, അവർ റൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഓസി പറയുകയാണ്, പുള്ളിക്കാരനോട് പറയുകയാണ്, ഞാൻ കുഞ്ഞിൻ്റെ ഡൈപ്പർ ഒന്ന് മാറ്റിയിട്ട് വരാം, അതിനുശേഷം ഫുഡ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓസി പോവുകയാണ്. ഓസി പോകുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ഒരു ചെക്കൻ ഇങ്ങനെ ആഹാരത്തിൻ്റെ മുന്നിലിരിക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ സ്വത്താണ്, നമ്മുടെ സ്വന്തം മകനാണ്, പിറക്കാതെ പോയ കുഞ്ഞാണ് എന്നൊക്കെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് ആ ചെക്കൻ അവിടെ ദേ ഇങ്ങനെ അപ്പാവിയെ കണക്ക് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ, ഈ സിന്ധു ഒരു ഉളുപ്പും ഇല്ലാണ്ട് ആ ചിക്കൻ കറിയും കൂട്ടി വെട്ടി വിഴുങ്ങുക മാത്രമല്ല, അതിൻ്റെ കമൻറ്റ് പറയുന്നുണ്ട്. മോളാണെങ്കിൽ നിന്നിട്ട്, മറ്റൊരു മകൾ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഓസിയുടെ ഫുഡ് സൂപ്പർ, ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല, എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞ് തള്ള കുറേ അങ്ങ് വെട്ടി വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ, അതേസമയം തൊട്ട് മുന്നിലിരിക്കുന്നത് മരുമകനാണ്. ആ ചെക്കൻ ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എന്താ, കുറച്ചെടുത്ത് ആ ചെറുക്കന് കൊടുത്താൽ അങ്ങ് കുറഞ്ഞു പോകുമോ? അവരതിനൊന്നും സമയം മെനക്കെടുന്നില്ല, അവരങ്ങ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഓസി തിരിച്ചു വരുന്നത്. ഓസി തിരിച്ചു വരുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോളെ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് ഓസി വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഓസി എന്ത് ചെയ്തെന്നോ, ചിക്കൻ കറി കൊടുത്തില്ലല്ലോ കെട്ടിയോന്. അപ്പോൾ ചിക്കൻ കറി കൊടുക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി തൈരോ മറ്റോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്, തൈരാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആദ്യം നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളൊക്കെ സാധാരണ ആദ്യം വിളമ്പി കൊടുക്കുന്നത് ഭർത്താവിനോ കുഞ്ഞിനോ അച്ഛനോ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നു, കൊണ്ടുവന്ന തൈര് പൊട്ടിച്ച പാടെ
അത് കുറേ അങ്ങ് പുള്ളിക്കാരത്തിയുടെ പാത്രത്തിൽ ആദ്യം അങ്ങ് ഒഴിക്കുകയാണ്. രണ്ടാമത് പുള്ളിക്കാരൻ്റെ പാത്രത്തിൽ കുറച്ചൊഴിക്കുന്നു. അതിനുശേഷം ബാലൻസ് കൂടി ഈ പുള്ളിക്കാരത്തിയുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ച് പാത്രവും കൂടി വടിച്ച് ഒഴിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഓസി നമ്മുടെ പുള്ളിക്കാരന് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ കറി വിളമ്പാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവർ ആദ്യമേ പറയുന്നൊരു സംഭവമുണ്ട്, കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, 4 കാലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കാല് വേണം എല്ലാവർക്കും, ചിക്കൻ്റെ കാല് 4 എണ്ണേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ചിക്കൻ്റെ കാല് തപ്പുകയാണ് ഓസി. അപ്പോഴത്തേക്ക് നമ്മുടെ സിന്ധു കമൻ്റൊക്കെ പറയുന്നുണ്ട്. സിന്ധു പറയുന്നുണ്ട്, ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പാത്രം എടുത്തിട്ട് എന്തിനാണ് ചിക്കൻ കറി വെച്ചത്, ഞാൻ ഈ ഒരു പാത്രം റൈസൊക്കെ വെക്കാനായിട്ട് വാങ്ങിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓസി ഇങ്ങനെ തപ്പുകയാണ്, കാല് തപ്പുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സിന്ധു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാല് സിന്ധുവിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓസി ഇങ്ങനെ തപ്പിയെടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു മുതുക്കൊരു കാല് കിട്ടുകയാണ്. അത് ആദ്യം തന്നെ ഓസി കണ്ടിട്ടില്ലാത്തതുപോലെ ഓസിയുടെ പാത്രത്തിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. അപ്പോഴും ഈ പാവപ്പെട്ട ചെക്കൻ ദേ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തെന്നോ, സിന്ധു ഇവർ ചിക്കൻ്റെ കാലിങ്ങനെ കിടന്ന് അതിലിട്ടിങ്ങനെ ഇട്ട് നോക്കുകയാണ്, മഷി ഇട്ട് നോക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ആ കാലിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് പരതയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന പെങ്കൊച്ചുണ്ടല്ലോ, അനിയത്തി കൊച്ച്, ആ ഒരു കൊച്ച് പറയുന്നുണ്ട്, ദേ അവിടെ നോക്കൂ ചേച്ചി, ഇവിടെ നോക്കൂ ഓസി, ഇതോ അവിടെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ പറയുന്നുണ്ട്, സിന്ധു പറയുന്നുണ്ട്, അത് 4 ചിക്കൻ കാലല്ലേ ഉള്ളൂ. അപ്പോൾ ഓസി ഓൾറെഡി എടുത്തു, അമ്മയ്ക്ക് കൊടുത്തു, ഇനിയുള്ളത് ആകെ 2 എണ്ണമാണ്. അപ്പോൾ ഇനി പെൺമക്കളുണ്ടല്ലോ, അതായത് ഏറ്റവും ചെറിയ കുട്ടിക്ക് കൊടുക്കണം കാല്, അവൾക്ക് കാല് വേണം, എൻ്റെ മകൾക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് ഈ പറയുന്ന സിന്ധു. അപ്പോൾ ആ സമയത്ത് ഓസി പറയുന്നുണ്ട്, ഓസിയുടെ കെട്ടിയവന് കൊടുക്കണം കാലെന്ന് ഓസി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ പറയുകയാണ്, ഒരു എളുപ്പമില്ലാത്ത സ്ത്രീ പറയുകയാണ്, വലിയ കുട്ടികൾ അങ്ങനെ കാലൊന്നും തിന്നണ്ട എന്നാണ് പറയുന്നത്. വലിയ കുട്ടികൾ അങ്ങനെ കാലൊന്നും തിന്നണ്ടെന്നാണ് ഓസിയുടെ അമ്മ പറയുന്നത്. ഇത് കേട്ടിട്ടും ആ പയ്യന് പ്രത്യേകിച്ച് ചലനമൊന്നുമില്ല. തമാശയാണ് പറഞ്ഞെങ്കിൽ അവനും ഒരു തമാശയായിട്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനും ചിരി വരണ്ടേ. പുള്ളിക്കാരന് ചിരിയുമില്ല, ഒന്നുമില്ല. പുള്ളിക്കാരൻ ഇവരാരെങ്കിലും ഇത് കൊടുത്തിരുന്നെങ്കിൽ തിന്നിട്ടണിച്ച് പോവായിരുന്നു എന്നുള്ള രീതിയിൽ ഇതേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തെന്നോ, ഓസി അവിടെയൊക്കെ തപ്പിയിട്ട് ചിക്കൻ്റെ കാലെന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു പീസ്, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പീസ് എടുത്ത് ഈ ചെറുക്കന് കൊടുക്കുകയാണ്. അതിനുശേഷം 2 കഷ്ണവും അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്തിനു ചെയ്തെന്നോ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1 കിൻഡൽ ഗ്രേവി കോരി ഇവൻ്റെ പാത്രത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഞാനത് പല തവണ തിരിച്ചും മറിച്ച് നോക്കി, കറക്റ്റാണ് കേട്ടോ. ഒരു പീസ് കോഴിയുടെ കാലിൻ്റെ പീസെന്നും പറഞ്ഞിട്ട് അവളെ എടുത്തതെന്ന് വെച്ചാൽ, ഓസി എടുത്തതെന്ന് പറഞ്ഞാൽ നല്ല മുതുക്കൊരു പീസ് എടുത്തു. അതിനുശേഷം ഈ പുള്ളിക്കാരന് കൊടുത്ത ഒരു തേമ്പിയൊരു കഷ്ണം കാലെന്ന് പറഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 2 കഷ്ണം അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് 2 ലോഡ് തവി നിറച്ച് 2 തവി ചാറെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാരൻ അതൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ അങ്ങ് അത് കിട്ടിയപ്പോഴേ തൊട്ട് പുള്ളിക്കാരൻ ആരെയും പരസ്പരം നോക്കുന്നു കൂടിയില്ല. അതായത് ഇവരൊക്കെ വലിയ സ്റ്റൈലിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ പുള്ളിക്കാരൻ സാധാരണ രീതിയിൽ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് വാരി അങ്ങ് തിന്നുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകളുണ്ടല്ലോ, പുള്ളിക്കാരത്തി വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ മുന്നിലുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ ചെറുക്കന് മുന്നിലിരുന്ന് കഴിക്കുകയാണ്, ഈ പെണ്ണ് വന്ന് മുന്നിലിരിക്കുകയാണ്. ഇവരുടെ മുന്നിലാണെങ്കിൽ ചിക്കൻ്റെ ഒരു കൂമ്പാരം തന്നെ കോരി ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കണേ. എങ്ങനെ ഇത്രയൊക്കെ തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു പെങ്കൊച്ച് അതൊരു എളുപ്പമില്ലാതെ മുന്നിലിരുന്നങ്ങ് പറക്കി തിന്നുകയാണ്. അതേസമയം വീട്ടിൽ വന്നു കയറിയ മരുമകനാണെങ്കിൽ ചിക്കൻ്റെ ചാറ് കൂട്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണല്ലേ. അപ്പോൾ ഈ ഒരു വിഷയം, അതിനുശേഷം അവരുടെ വേറെ മക്കളൊക്കെ വരുന്നു, അവരൊക്കെ ഫുഡ് കഴിക്കുന്നു. പിന്നെ കൃഷ്ണകുമാർ വന്നിരുന്ന് കഴിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, ചെറുതായിട്ടങ്ങ് കാണിച്ചു പോയതേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ബാലൻസ് ഉണ്ട് അതിനകത്ത്, ചിക്കൻ്റെ പീസൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരനോട് വേണമെന്നൊക്കെ ചോദിച്ചോ എന്തോ, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ പുള്ളിക്കാരന് വിളമ്പിക്കൊടുത്തത് ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു പ്ലേറ്റ് നന്നായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഭാര്യ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റാൻ പോകുന്ന സമയത്ത് അമ്മായിയമ്മ മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അവർ മകനാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവർക്കെടുത്ത് കൊടുക്കാമല്ലോ.
അവർക്കതിൽ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ. പിന്നീട് അവന് ആ ഒരു ചിക്കൻ കറി സ്വന്തമായിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു വീട്ടിൽ അവൻ അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പലരും പറയും ഇത് അവരുടെ ഫാമിലി വ്ളോഗല്ലേ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ കാര്യങ്ങളല്ലേ, ഇതെന്തിനാണ് സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾ എടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സംഭവം നമ്മുടെ വ്ളോഗായാലും നമ്മുടെ സ്വന്തം എന്ത് വീഡിയോ ആയാലും അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ അതിനെ എടുത്ത് നന്നായിട്ട് റിയാക്ട് ചെയ്യും. ആ ഒരു ബോധം ഇടുന്നവർക്കും ഉണ്ടാവണം. ഇപ്പം ഞാനാണെങ്കിലും ശരി തന്നെ, നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുമ്പോൾ അതിലെവിടെയെങ്കിലും ചോദ്യം ചെയ്യാനൊരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർ ചോദ്യം ചെയ്യും. അപ്പോൾ അതാണ് ഇതിലുള്ള കാര്യം. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തല കറങ്ങിപ്പോവും. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ അത്രയും ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, അവരുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇങ്ങനെയൊന്നും പറയത്തില്ല, അങ്ങനെ ഉള്ളവരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ഉള്ളവരുടെ ഒരു സപ്പോർട്ടും ഇവറ്റകൾക്ക് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ചാനലിൽ വരുന്ന നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും യൂട്യൂബിന് രണ്ടും കണക്കാണ്. എല്ലാം ഒരേ രീതിയിലാണ് യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരാൾ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും പോസിറ്റീവ് കമൻ്റ് ഇട്ടാലും കമൻ്റ് ഉണ്ടോ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പോകും. അതല്ലാണ്ട് എൻ്റെ ഒറിജിനൽ സബ്സ്ക്രൈബേഴ്സിനെ പുകഴ്ത്തി പറയുന്നവരിടുന്നതിന് മാത്രമേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ എന്നുള്ളതൊന്നുമില്ല. ശരിക്കും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വീട്ടിൽ വേവിക്കുന്നതും എല്ലാം എടുത്ത് വീഡിയോയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനായാലും മറ്റൊരാളായാലും റീച്ചിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വിമർശിക്കുമ്പോഴത്തേക്ക് ബബ്ബ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ചെക്കൻ്റെ മുഖം കണ്ടാലുണ്ടല്ലോ, ശരിക്കും ഇത് ഒരുപാട് ചാനലിൽ ഒരുപാട് പേര് സംസാരിച്ചൊരു വിഷയമാണ്. എന്തായാലും ഞാനതൊന്ന് അതിൻ്റെ ഒരു ക്ലിപ്പ് ഒന്ന് വയ്ക്കാം. ഇത് ഞാൻ പ്രസ്റ്റീജിന്റെ കടയിൽ നിന്ന് ബിരിയാണി വെക്കാൻ വാങ്ങിയ പാത്രമാണ്. എന്തിനാണ് ഇത് ചിക്കൻ കറി വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ ഇതിനകത്ത് മീൻ ചിക്കൻ കറി കാണാൻ സൂപ്പർ. Yes, looks very yummy. Very, very, very hungry. ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിൻ എരിവല്ലേ മെയിൻ എന്ന്. ക്യാമറ ഉള്ളതുണ്ടോ? ഞാൻ മാറട്ടെ. കാർട്ടൂൺസ് ഞാൻ കണ്ടു. ഈ ഇവിടെ 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 ഉണ്ട്. ഈ ഒരു ഏരിയയിലുണ്ട് തന്നെ. കിട്ടിയ നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കാണില്ലേ? ഇസ്മയിലിന്റെ ഇവിടെ ഒന്നും അല്ലേ? പക്ഷെ ഇനി ഷാനിക്കും കൂടെ ഉള്ളൂ, എനിക്കില്ലല്ലോ. അതാ ഒന്ന്. ഓ ഈ സൗണ്ട്. Yes, eat. എന്തുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറയാം? എനിക്ക് മൈഗ്രൈൻ വോമിറ്റിംഗ്, തലവേദന വന്നാൽ എനിക്ക് വോമിറ്റിംഗ് വരും. ഒരു സൺഡേ ആഫ്റ്റർനൂൺ പോലെ വൈബാക്കാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെച്ച് നിങ്ങൾ എന്നിട്ട് വെളിയിൽ നിന്ന് എന്തോ വാങ്ങിയതിന് എന്തോ ചെയ്യാൻ പോകുന്നു വിചാരിച്ചത്. ഇത്രയും നിങ്ങൾ ഹോം മെയ്ഡ് ഇത്രയും ടേസ്റ്റി ഈ വൈബിൽ ഉണ്ടാക്കുന്ന ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത്. നീ ചോദിച്ചപ്പോൾ തല പൊട്ടിയ വേദനയിൽ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞി ക്യാൻസൽ ചെയ്തു, ഞാനും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. യെസ്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എരിവാണോ എന്നെ? ലൈക്ക് സൈക്കബിൾ, സഹിക്കാൻ പറ്റും. യെസ്, ഗ്രേറ്റ്. ഓക്കെ, ബൈ. ഗുഡ്. ഇനി വെക്കണോ? ഹൻസിക ഫൈനലി ലാൻഡ് ചെയ്തു.
നമ്മുടെ ബാക്കി വന്ന ഗീ റൈസ് എടുത്ത് കഴിക്കുവാണ്. കഴിച്ചു നോക്കിയോ? കഴിക്കില്ല എന്ന് പറഞ്ഞ ഞാനാണ് അവസരത്തിൽ ലാൻഡ് ചെയ്ത് കഞ്ഞി കഴിക്കാന്ന് പറഞ്ഞ ആളായിരുന്നല്ലേ. മാസം കൊള്ളാല്ലേ. മാസമാണോ? ജൂൺ മാസമാണോ? ആണോ? ഭയങ്കര എരിവൊന്നുമല്ലല്ലോ. കണ്ടില്ലേ? അപ്പോൾ ആ ചെക്കൻ്റെ മുഖം ഇരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ശരിക്കും കഷ്ടം തോന്നി കണ്ടപ്പോഴത്തേക്ക്. അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും കാലേ ഇറങ്ങോളെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാലോ, നിങ്ങൾക്ക് അതനുസരിച്ച് വാങ്ങിച്ചൂടെ? അതനുസരിച്ച് പൈസ ഇല്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ, അത്യാവശ്യം നല്ല പൈസയുള്ള ടീമുകൾ തന്നെയാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ്. അപ്പോൾ ഇത്രയും ദാരിദ്ര്യവാസം കാണിക്കണ്ടല്ലോ ചിക്കൻ കാലിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത്രയും ചിക്കൻ കാലിന് വേണ്ടിയിട്ട് ദാരിദ്ര്യവാസം കാണിക്കുന്ന നിങ്ങൾ ആ ചിക്കൻ്റെ ബാക്കിയുള്ള പീസുകളെടുത്ത് അയ്യത്ത് കളയോ, അത് പട്ടിക്ക് കൊടുക്കുമോ? ഇത്രയും കൊതിത്തരമാണ് ഈ ഒരു എന്താണ് ചിക്കൻ്റെ പീസിന് വേണ്ടിയിട്ട് ഇത്രയും ദാരിദ്ര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ വീട്ടിൽ വാ, നിങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറയെ ഞാൻ എന്തായാലും എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയായാലും ഞാൻ നിങ്ങൾക്ക് വേണമെന്ന് അത്രയും ചിക്കൻ കാല് വെച്ച് കറി വെച്ച് തരാം പോരെ. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേക്കുറിച്ച് ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് ഈ പയ്യനോട് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, വലിയ മണിമാളികയിൽ വലിയൊരു രാജകൊട്ടാരത്തിൽ വന്നിട്ട് ദാസനെ പോലെ കഴിയുന്നതിനേക്കാളും നല്ലത് അവനവൻ്റെ കുടിലിൽ പഴങ്കഞ്ഞി വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നതിനായിരിക്കും അന്തസ്സ്. ഇത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.